വോട്ടർ പട്ടിക 25 ലക്ഷം പേർ പുറത്തേക്ക് ഒഴിവാക്കാനുള്ള കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 25 ലക്ഷം പേരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മരിച്ചവർ, വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുള്ളവർ എന്നിവരടങ്ങിയ ഈ വിഭാഗത്തെ ഒഴിവാക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കണം എന്നാണ് പ്രധാന ആവശ്യം. പട്ടിക ലഭിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് പരിശോധിച്ച വസ്തുത ഉറപ്പാക്കും. കമ്മീഷൻ നൽകുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ ഫോറം വാങ്ങാൻ തയ്യാറാകാത്തവരും വാങ്ങിയിട്ടും തിരികെ നൽകാത്തവരുമായി 2 ലക്ഷത്തോളം ആളുകൾ വേറെയുമുണ്ട്. കരട് പത്രിക പ്രസിദ്ധീകരിച്ച ശേഷം 25 ലക്ഷത്തിൽപ്പെട്ട ആരെയെങ്കിലും കണ്ടെത്തിയാൽ ഫോറം 7 മുഖേന വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അവസരം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കണ്ടെത്താനാവാത്തവരുടെ പട്ടിക ചൊവ്വാഴ്ച വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ബൂത്ത് തിരിച്ചുള്ള പട്ടിക BLOമാർ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകാനുള്ള സമയം ഡിസംബർ 18-ന് അവസാനിക്കും. SIRന് അടിസ്ഥാനമായ 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികകൾ താരതമ്യം ചെയ്യുമ്പോൾ പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയച്ച് ഹിയറിംഗ് നടത്തും. കരട് പട്ടികയെപ്പറ്റി പരാതികൾ നൽകാനുള്ള സമയപരിധി ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെയാണ്. ഈ പരാതികളിന്മേലുള്ള ഹിയറിംഗ് നടപടികൾ ഫെബ്രുവരി 14 വരെ നീണ്ടു നിൽക്കും. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. എങ്കിലും പുതിയ വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.